നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയിപ്പോ നീ ഗിരിയെ കാക്കണ്ട. നീ തൊഴുത് വ്രതം അവസാനിപ്പിച്ചേക്ക്. എന്താ അച്ഛമ്മ തന്നെ നീ വേദിച്ചോറൂട്ടി അവളുടെ വ്രതം അവസാനിപ്പിച്ചേക്ക്. കാക്കണ്ട അച്ഛമ്മ. ഗിരി എന്താ സ്നേഹ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓ, നീ വന്നല്ലോ തക്കളു. എത്ര നേരായി സുമിമോള് കാത്തിരിക്കുന്നേ. ഭാര്യ എന്നൊരു പദവി തന്നു പോയിന്ന് വെച്ച് തെമ്മാടിത്തരം കാണിക്കാനുള്ള ലൈസൻസ് ആയി അതിനെ കണക്കാക്കരുത്. ഞാൻ ഒരക്ഷരം നീ മിണ്ടിപ്പോരുത്. എന്റെ ജോലി തിരക്കുകളെയും ബിസിനസിനെയും തമാശയായിട്ടാണോ നീ കണ്ടിരിക്കുന്നത്? അതൊക്കെ പിള്ളേര് കളിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് സുമിത ചെയ്തത് ഒരു കാലത്തും മാപ്പർഹിക്കാത്ത തെറ്റ്. നീ കാരണം ഇന്ന് എനിക്കുണ്ടായ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റില്ല നിനക്ക്. മോനെ, അവള് അച്ഛമ്മ ഇതിൽ ഇടപെടണ്ട. ഇവളെന്താ ചെയ്തെന്നറിയോ? ഖത്തറിലേക്ക് പോകാൻ എയർപോർട്ടിൽ പോയ എന്റെ പാസ്പോർട്ട് സ്വന്തം സ്ഥാനത്ത് നിന്നാ മതി സുമിത. ആവശ്യമില്ലാതെ അമിത സ്വാതന്ത്ര്യം എടുക്കരുത് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയാ, മേലിൽ എന്റെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്കിപ്പോഴും തെക്കുമൂർ കോവിലകത്തെ ഗോപികൃഷ്ണന്റെയും അംബാലിക കുഞ്ഞമ്മയുടെയും മകൾ റോഷ്നിയുമായിട്ടുള്ള ബന്ധത്തിനാ താല്പര്യം അല്ലടി? അതിനുവേണ്ടി എന്റെ മോളെ മുമ്പ് ഹേമലതയെ കൊണ്ട് കൊല്ലിക്കാൻ നോക്കിയവളാ നീ. അത് നടക്കാതെ വന്നപ്പോ കരിങ്കാളിക്ക് മുന്നിൽ കരിങ്കോഴിയും നട തുറക്കലും അല്ലടി? വസുമതി, നീ ഇപ്പോ ഈ നിമിഷം ഇവിടെ നിന്ന് എഴുന്നേറ്റോ, അല്ലെങ്കിൽ ചവിട്ടി നിന്റെ നട്ടെല്ലൊടിക്കും ഞാൻ. എന്നാ ഓടിക്കടി. കരിങ്കാളിക്ക് മുന്നിൽ കരിങ്കോഴി അറുത്തതും നട തുറന്ന് പൂജ ചെയ്തതും ഒക്കെ നിന്റെ മകൾക്ക് വേണ്ടി തന്നെയാ. എന്നാൽ അതവളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല.
അല്പം മാത്രം ശ്വാസമുള്ള ആ ശരീരത്തിലെ പ്രാണൻ കുറച്ചു നേരത്തേക്കെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടിട്ടാ. വസുമതി കുഞ്ഞമ്മേ, നിങ്ങളെ കൊണ്ട് തന്നെ ഞാനത് പറയിച്ചു. അത് മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെ ഞാൻ പ്രീതിയെ സ്നേഹിക്കുന്നതുകൊണ്ടാ. എന്റെ മകന്റെ ചോരയിൽ ഒരു കുഞ്ഞു പിറന്നപ്പോ ഞാൻ മാറി. എന്നാലും നിനക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ സത്യഭാമേ. തലയ്ക്ക് ക്ഷതമേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ മകൾ ആശുപത്രി കിടക്കേ കിടന്ന് ജീവന് വേണ്ടി പോരടിക്കുമ്പോഴെങ്കിലും ഒരമ്മയ്ക്ക് അല്പം മാറ്റമൊക്കെ ആവാം. ഭർസനവും നിന്നയൊന്നുമല്ല, ഭക്തിപൂർവ്വമുള്ള പ്രാർത്ഥനയാ ആ നാവിന്ന് വരേണ്ടത്. നീ എന്താ ഈ പറയുന്നേ? ചെന്ന് നോക്ക് കരുണ ഹോസ്പിറ്റലില്. അവിടെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നുണ്ട് നിന്റെ മോള്. എന്നെ ചാടിക്കടിക്കാൻ നിക്കണ്ട, പോയി നോക്കടി ഹോസ്പിറ്റലില്. വസുമതി, ഞാനിപ്പോ കരുണ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നത്. നീ പറഞ്ഞ വിവരം തെറ്റാണെങ്കിൽ നിനക്ക് പിന്നെ മൗനവ്രതം അനുഷ്ഠിക്കേണ്ടി വരില്ല. എന്റെ മകളെ പറ്റി വേണ്ടാത്തത് പറഞ്ഞ നിന്റെ ആ പുഴുത്ത നാവ് ഞാൻ വലിച്ചു പുറത്തോട്ടിടും. നീ ചെല്ല്, ബാക്കി നമുക്ക് കാണാം. കാണാവടി. വാ മോളെ. എന്റെ മൗനവ്രതം മുടക്കാൻ ഇറങ്ങിയതാ അവള്. എടുത്ത വ്രതം മുറിയണമെങ്കിൽ വസുമതി വേറെ ജനിക്കണം. അതിനിപ്പോ ആരെ ഇവിടെ മൗനവ്രതത്തിൽ? അയ്യോ, ഞാൻ മിണ്ടിപ്പോയല്ലേ. ഞാനിപ്പോ എന്താ സത്യഭാമയോട് പറഞ്ഞത്? പറയാൻ പാടില്ലാത്തത് എല്ലാം പറഞ്ഞു. അതൊന്നും സത്യഭാമ അറിയാൻ പോകുന്നില്ലെന്ന് ഞാൻ അർജുന് വാക്ക് കൊടുത്തിരുന്നതല്ലേ. അതെ, എന്നിട്ട് നീ എന്താടി എന്നെ തടയാതിരുന്നത്? അമ്മയുടെ ആ ഫ്ലോ അങ്ങ് പോകണ്ടെന്ന് കരുതി. ഫ്ലോ കുന്തം ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ നീ? എങ്ങോട്ടാ അമ്മേ? എടീ, ഉടനെ കരുണ ഹോസ്പിറ്റലിൽ എത്തണം. അപ്പൊ മൗനവ്രതവും താമസമൊക്കെ എല്ലാം തീർന്നില്ലേടി. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ കരുണ ഹോസ്പിറ്റൽ അവിടെ കാണില്ല. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളെ സംശയമുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാം സത്യം അവളെ കൊണ്ട് പറയിച്ചേനെ. അതെങ്ങനെയാ വിഷ്ണുവേട്ടാ? പ്രീതിയുടെ പ്രശ്നം വന്നപ്പോ എല്ലാവരുടെയും ശ്രദ്ധ മാറിയില്ലേ? അതിനൊപ്പം അവള് നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. ഇവിടെ എത്തിയപ്പോ അവൾക്ക് മനസ്സിലായി, ഇനി മുതൽ സത്യാമ്മയുടെ ഒരു കുടയുണ്ടാവും തലയ്ക്ക് മുകളിലെന്ന്. പിന്നെ ആരെ പേടിക്കാനാ? അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് മതിയായ തെളിവില്ലാതെ ഒന്നും ചെയ്യാനാവില്ല. തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവള് മറ്റുള്ളവർക്ക് നേരെ തിരിക്കുള്ളൂ വിഷ്ണുവേട്ടാ. പ്രീതിയുടെ കാര്യത്തിലും അവൾ അങ്ങനെയല്ലേ ചെയ്തേ? പ്രീതിയുടെ കാര്യത്തിലോ? ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അവിടെ നിന്ന് അർജുനേട്ടാ. പ്രീതിയുടെയും കുഞ്ഞിന്റെയും ദോഷം മാറാൻ സിദ്ധം ജപിച്ചു എന്ന യന്ത്രമായി അല്ല നമ്മൾ പഞ്ചകൈലാസത്തിലേക്ക് പോയത്. പിന്നെ ആ യന്ത്രം മാറ്റി സുസ്മിത പകരം മറ്റൊന്ന് വെച്ചു. ആ ചതിയാ ഈ ദുരന്തങ്ങളുടെ എല്ലാം മൂല കാരണം. ഇക്കാര്യം മറ്റുള്ളവരാരും അറിഞ്ഞില്ല ശാലിനി. അറിഞ്ഞു, പക്ഷെ കുറ്റം മുഴുവൻ എന്നത്തെയും പോലെ ശാലിനിക്ക് ശാരദമ്മയ്ക്കാണെന്ന് മാത്രം. അതെന്താ? മോറങ്ങോട്ട്. എന്തിനാ നീ ഇത് മാറ്റിവെച്ചത്? സിദ്ധൻ ജപിച്ചെന്ന യന്ത്രം ശിവക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ രോഹിത്തിന് ഈ ദുരന്തം വന്നത്. അപ്പോ അവൾ വീണ്ടും ജയിച്ചു അല്ലേ? അപ്പോ ആ സംശയത്തിലാണല്ലേ സത്യമ്മ പ്രീതിയെ വിളിച്ചത്? അതെ, വ്രതത്തിലാണെന്ന് അർജുനേട്ടൻ പ്രീതിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ എത്ര സമയത്തേക്കാ?
ഇന്നല്ലെങ്കിൽ നാളെ സത്യാമ്മ അതറിയില്ലേ? അതല്ലെങ്കിൽ ആ സുസ്മിത എന്നെ സത്യാമ്മ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കില്ലേ? അതിനുള്ള ധൈര്യമൊന്നും അവൾക്കുണ്ടാവില്ല. ഇനിയിപ്പോ ഡോക്ടർക്ക് എന്താ പറയാനുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിലൊരു തീരുമാനം എടുക്കാം അർജുനേട്ടാ. ഈ അവസ്ഥയിൽ പ്രീതിയെ കാട്ടിക്കൊടുത്താ നമുക്ക് സത്യാമ്മയും കൂടി നഷ്ടപ്പെടും. ഇനിയിപ്പോ മറ്റൊരു അപകടം കൂടി ഉണ്ട് ശാലിനി. നമ്മളാരും പറയാതെ തന്നെ പ്രീതിയുടെ ഈ അവസ്ഥ സത്യാമ്മ മനസ്സിലാക്കിയ നമ്മൾ ഈ വിവരം സത്യാമ്മയുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചെന്ന് തോന്നിയ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പൊ നമുക്ക് കഴിയൂ. ഇനിയിപ്പം സത്യാമ്മ കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിക്കട്ടെ. എന്നാലും സത്യാമ്മയുടെ ജീവൻ വെച്ചൊരു റിസ്ക് എടുക്കാൻ വയ്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇവിടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അതില് ഏട്ടൻ എന്താ ഇത്ര സംശയം? എന്നെ സന്തോഷത്തോടെയല്ലേ നിങ്ങൾ ഇവിടേക്ക് കല്യാണം കഴിപ്പിച്ചയച്ച്? സന്തോഷത്തോടെ നീ കല്യാണം കഴിച്ചു. പക്ഷെ കല്യാണ ശേഷം ആ സന്തോഷം നിനക്ക് ഇപ്പോഴും ഉണ്ടോ എന്നാ എന്റെ ചോദ്യം. അതെന്താ അനുപേട്ട ഇങ്ങനൊരു ചോദ്യം? കല്യാണത്തിനന്ന് എല്ലാവരും സന്തോഷത്തിലായിരുന്നു, ഞാൻ ഒഴികെ. അനുപേട്ട ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര വലിയ സൗഭാഗ്യം എന്റെ പെങ്ങൾക്ക് വന്നു ചേർന്നപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലായിരുന്നു ഞാൻ. കല്യാണത്തിന്റെ അന്ന് വരെ. അനുപേട്ടന് അങ്ങനെയൊക്കെ തോന്നാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവന്റെ കയ്യിൽ കോടികളുടെ ആസ്തി ഉണ്ടാവാം, പക്ഷെ മനുഷ്യത്വമില്ല. ഇങ്ങനൊന്നും പറയല്ല അനുപേട്ട. എന്റെ അനിയത്തിന്റെ ജീവിതം അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ പറ്റില്ല എനിക്ക്. തെറ്റുപറ്റിപ്പോയതാ മോളെ. ആനയും അമ്പാരിയും ആഘോഷങ്ങളുമായി നിന്റെ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. എന്റെ ഇഷ്ടത്തിനല്ല ഈ കല്യാണം നടക്കുന്നതെന്നും അവളെ ഒരിക്കലും ഒരു ഭാര്യയായി കാണാൻ പറ്റില്ലെന്നും അവളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം. ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളെങ്കിലും പൂർണ്ണ മനസ്സോടെ ആസ്വദിക്കാൻ അവൾക്ക് അവസരം കൊടുത്തൂടെ? എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അനുപേട്ടൻ കരുതുന്ന പോലെ ഒന്നും ഇവിടെ ഇല്ല. എല്ലാവർക്കും എന്നോട് ഇഷ്ടവും സ്നേഹമൊക്കെയാ. സച്ചിക്കോ? ഈ കണ്ണീര് കണ്ടാൽ അറിയാം സത്യം എന്താണെന്ന്. എന്താ ഉത്തരവില്ലേ? ഇവിടെ മറ്റെല്ലാവർക്കും നിന്നെ ഇഷ്ടമായിരിക്കും, പക്ഷെ നിന്നെ സ്നേഹിക്കേണ്ട ആൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? പറയേ, അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുത് ഒരു ഇഞ്ച് പോലും. അതാണല്ലോ അവന്റെ വിജയവും. നിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തിനു വേണ്ടി നീ ഇങ്ങനെ തന്നെ വാദിക്കണം. സച്ചേട്ടൻ എന്നോട് സ്നേഹത്തോടെ തന്നെ പെരുമാറുന്ന ഒരു ഭാര്യയുടെയും മരുമകളുടെയും അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഇല്ല മോളെ, നീ ഭംഗിയായിട്ട് ചതിക്കപ്പെടുക. അതൊക്കെ അവന്റെ അഭിനയം. മറ്റൊരു പെണ്ണിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് എങ്ങനെ നിന്നെ സ്നേഹിക്കാൻ കഴിയും?
എങ്ങനെ നിന്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ചെടിയിൽ പോലും അച്ഛന്റെ ഓർമ്മകൾ നിലനിർത്താൻ ശ്രമിക്കുന്ന അമ്മയുടെ മോൻ അത് ചെയ്യും. അമ്മ സമാധാനായിട്ടിരിക്കും. ആ ദിവസം വരട്ടെ. അവനിൽ ദൈവവിശ്വാസം വരാതെ ദൈവത്തിന്റെ പേരിൽ നടത്തുന്ന ഒരാചാരത്തെയും അവൻ വിശ്വസിക്കില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ അച്ഛനെ അവനിൽ നിന്നും തട്ടിയെടുക്കില്ലെന്ന് അവൻ പറയുന്നത്. അതേക്കുറിച്ച് മോൾക്കറിയാത്ത ഒരുപാട് കഥകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവനെ തട്ടിയെടുത്ത ദൈവത്തെ വെറുക്കേണ്ടത് ഞാനായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാനത് ചെയ്തില്ല. അന്നത്തെ വീഴ്ചയിൽ ഒടിഞ്ഞു പോയതായിരിക്കും. അയ്യോ, ഇവിടെ ഇങ്ങനൊരു മുറിയിലെ വിവരം ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ച. ഇതാരുടെ ഫോട്ടോയാ ദൈവമേ? ആരും മുറിയിൽ വരാറുണ്ട്. ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെക്കാറുമുണ്ട്. ഇവിടെ ഒരാള് വരുന്നത് ഈ വീട്ടിൽ ആരും അറിയുന്നില്ല. അതാരായിരിക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അകത്ത് അമ്മയാണോ? അമ്മ മുറിയിലുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം. അമ്മയായിരുന്നു ഇതിൻ്റെ ഉള്ളില്. അമ്മേ, അമ്മേ, അയ്യോ, അമ്മ ഇങ്ങ് വന്നേ. അമ്മ വാ. അമ്മേ, അമ്മേ,
ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. അയ്യോ അയ്യോ അമ്മേ. ഇത് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാ. അമ്മേ ദാ പോപ്പാ. ഇരിക്കമ്മേ. എന്തിനാ ആ സമയത്ത് അവിടെ വന്നത്? പറയാമോ? പകൽ നേരം പോലും ആരും ആ ഭാഗത്തേക്ക് പോകാറില്ല. പിന്നെ നീ എന്തിനാ റൂമിന്റെ മുന്നിൽ വന്നു? ഞാൻ ഉറങ്ങിയെന്ന് നോക്കാൻ നീ എന്റെ റൂമിൽ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നോട് മറ്റെന്തെങ്കിലും പറഞ്ഞൊഴിയാൻ നീ നോക്കണ്ട. അത് അമ്മേ സത്യം ഞാൻ പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രഭാതോദ്ധ്യത്പ്രഭാകരഃ സുപ്രഭാം പ്രഭൂത പ്രമുദ്യുത പ്രമിതിപ്രതാ പ്രദദ ഭുവന പ്രഭവ പ്രഭുഷ്ണാം പ്രണൗമി സതതം ശിവാം ശ്രീയംബികാ. ഒരുക്കങ്ങൾ അതിവിശിഷ്ടമായിരിക്കുന്നല്ലോ. എല്ലാം പാർവതി തന്നെ ചെയ്തതാ. അവൾക്കൊരു കൈ സഹായത്തിന് ഗാർഗ്യം ഉണ്ടായിരുന്നു. പാർവതിയുടെ ഈശ്വരോ രക്ഷതോ. 5 കുടം വെള്ളം ഒരുക്കി വയ്ക്കാൻ പറഞ്ഞിരുന്നു. ഇവിടെയല്ലല്ലോ, ഒഴിഞ്ഞൊരു സ്ഥലത്ത് വെക്കാനല്ലേ സ്വാമിജി പറഞ്ഞത്? ഞാൻ അവിടെ വെച്ചത്. ഇവിടെ കൊണ്ടുവയ്ക്കണോ? വേണ്ട, അവിടെ തന്നെയാ വേണ്ടത്. 5 കുടം വെള്ളം എന്തിനാണാവോ? ഒരു പൂജയ്ക്കും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. 5 കുടം ജലം, അതും 5 പുണ്യനദികൾ എന്നാണ് സങ്കല്പം. ഇവിടെ 5 തിരിയിട്ട ഭദ്രദീപം തെളിയിച്ച് 5 കുടം ജലത്തിൽ കുളിക്കണം. പഞ്ചതീർത്ഥ സ്നാനം എന്നാണ് പറയുക. 5 പുണ്യനദികളിൽ തീർത്ഥാടനം ചെയ്ത ഫലം പാർവതിക്ക് ലഭിക്കും. അല്ല, പാർവതി ഇനിയും കുളിക്കണോ? കുളിച്ചിട്ടാ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. ദീപം തെളിയിച്ച്
ദേവിയെ സ്തുതിച്ചാൽ ശ്രീ പരമേശ്വരി നേരിട്ടെഴുന്നള്ളുമെന്നും ജഗദംബിക തന്നെ ഉപാസകയെ പഞ്ചതീർത്ഥ സ്നാനത്തിന് കൊണ്ടുപോകുമെന്നുമാണ് വിശ്വാസം. പിന്നെ ദേവിക്ക് അതല്ലേ പണി. ഇത്രയും ബുദ്ധിയില്ലാത്ത ഇയാളെയാണോ സ്വാമിജി എന്ന് വിളിച്ച് എല്ലാരും ബഹുമാനിക്കുന്നത്? ദേവി ഒന്ന് പാർവതി കുളിപ്പിക്കും പോലും. ദേവി തന്നെ പാർവതിയെ കുളിപ്പിക്കുന്നോ? വിഘ്നേശ്വരനെ മനസ്സാ പ്രണമിച്ച് ഭദ്രദീപം തെളിയിച്ചോളൂ. ദേവിയുടെ പ്രത്യക്ഷ സാന്നിധ്യമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ദേവി സ്തുതി ചൊല്ലുക. അവള് സ്തുതിക്കേണ്ട താമസേ ഉള്ളൂ. ദേവി ഓടി വന്ന് അവളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കും. സ്വാമിജി പറയുന്ന കേട്ട് എല്ലാരും ഭക്തിയോടെ നിൽക്കുന്ന കണ്ടില്ലേ വിവരദോഷികൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പുറത്തുള്ളവർ അറിയുന്നുണ്ട്? ആ പാർവതി എന്തോ പൂജ ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് ദേവിയെ ഒരു പെണ്ണ് കെട്ടിയൊരുങ്ങി വന്നില്ലേ? കാശാലക്ഷ്യം. എങ്ങനെയോ അറിഞ്ഞ് കെട്ടിയെഴുന്നള്ളി വന്നതല്ല പ്രതാപ. അതിന്റെ പിന്നില് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. പാർവതി സാധാരണക്കാരി അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ഗൂഢശ്രമമാണത്. മനസ്സിലായില്ല? എടാ മണ്ട, ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്ക്. സ്വാമിജി വരുന്നു, പിറകെ പാർവതിയുടെ പ്രാർത്ഥന കേട്ട് ദേവിയുടെ വേഷം കെട്ടി ഒരു സ്ത്രീ വന്നു. അവളുടെ പ്രാർത്ഥന കേട്ട് ജഗദീശ്വരി നേരിട്ട് എഴുന്നള്ളി എന്ന് വിശ്വസിച്ചാൽ പാർവതിയുടെ ഗ്രാഫ് ഉയർന്നില്ലേ? അവളെപ്പോലെ പുണ്യം ചെയ്ത ഒരു പെൺകുട്ടി ഈ ഭൂമിയിൽ വേറെ ഇല്ല എന്ന് സ്ഥാപിക്കാനുള്ള അടവ്. ദേവിയുടെ പൂച്ചയ്ക്ക് ഇപ്പൊ പുറത്താവും ചേച്ചി. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ വേഷം കെട്ടി വന്നവളെ വിശാല് തന്നെ ചെവിക്ക് പിടിച്ച് പുറത്തു കളയും. ചേച്ചി കണ്ടോ? എന്നോട് പറയാതെ നീ വീണ്ടും പണി ഒപ്പിച്ചോടാ. ഇതൊരു ചെറിയ പണി ചേച്ചി. 5 കുടങ്ങളിൽ വെറും പച്ചവെള്ളം, എന്നിട്ട് പഞ്ചതീർത്ഥ സ്നാനം എന്ന് പേരും. ആ 5 കുടം വെള്ളത്തിൽ കുളിച്ചാല് പാർവതി എന്തായിത്തീരുമെന്ന് ആ സ്ത്രീ പറഞ്ഞത്? വിമലീകരിക്കപ്പെടുമെന്ന്. എന്ന് വെച്ചാൽ അവൾക്ക് ദേവിയെ പോലെ ശുദ്ധി കൈവരുമെന്ന്. എന്നാലേ ശുദ്ധിയല്ല പാർവതിക്ക് കൈവരാൻ പോകുന്നത്. മേലാസകലം വ്രണങ്ങളും പൊള്ളലുവാ അവക്ക് കൈവരാൻ പോകുന്നേ. പൊള്ളലോ? എങ്ങനെ? ഇതൊരു തരം കെമിക്കലാ ചേച്ചി. ഈ കെമിക്കൽ വെള്ളത്തിൽ കലർന്നാലുള്ള അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ. ദേഹമെല്ലാം പൊള്ളി വ്രണമാകും, മുടി മുഴുവൻ കരിഞ്ഞു പോകും. ചേച്ചി കണ്ടോ? അതിലൂടെ 2 നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നേ. ഒന്ന്, ആ പെണ്ണിനെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന അളിയൻ ചമ്മി നാശമാവും. രണ്ടാമത്തെ നേട്ടം,
പാർവതിക്ക് സിക്സ്ത് സെൻസ് ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കെമിക്കൽ കലക്കിയത് അവൾ മുൻകൂട്ടി അറിയില്ലേ? വിശാലിനെ കൊല്ലുന്നതിന് മുമ്പ് അവളെ കൊല്ലണോ എന്ന് നമുക്ക് ഇന്ന് തീരുമാനിക്കാൻ കഴിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവത്തെ പോലെ ഞാൻ എന്റെ മരണം വരെ കരുതുന്ന ഒരാളാ എന്റെ അഖിൽ സർ. എന്റെ തെറ്റുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പക്ഷെ മറ്റൊരാളുടെ ഭാര്യയാവാൻ എനിക്കാവില്ല. ഞാൻ എന്റെ അഖിൽ സാറിനെ മറക്കില്ല. എനിക്ക് മറക്കാൻ പറ്റില്ല. സാറിനൊപ്പമുള്ള എന്റെ ജീവിതത്തിൽ വന്നു ചേർന്നതെല്ലാം എല്ലാം നല്ല ഓർമ്മകളാ. ആ നല്ല ഓർമ്മകളുമായി ഞാൻ എന്നും ജീവിച്ചോളാം. ഇനി എനിക്ക് ഇത്തരം പരീക്ഷണങ്ങൾ തരല്ലേ ഭഗവാനെ. എന്റെ ദുഃഖങ്ങള് നീ കാണാതെ പോവല്ലേ കണ്ണ. ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നു, അത് കഴിഞ്ഞു പോയി. പക്ഷേ അത് ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിന് വിഷമം തട്ടുന്ന ഒരു കാര്യവും പേഷ്യന്റ് കേൾക്കാൻ ഇടവരരുത്. അതാണ് ഇതിന്റെ മെഡിസിൻ. ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. ഇനി പേടിക്കാനൊന്നുമില്ല. ഒരു ടെൻഷനും വേണ്ട. സമാധാനമായിട്ട് കിടന്നോളൂ. വരൂ. ഇപ്പൊ വരാമേ. ഇപ്പൊ വരാമേ. കൺഗ്രാറ്റുലേഷൻസ് അമ്മേ. അമ്മയുടെ ആക്ടിങ് അതിഗംഭീരം. ഒരു സിനിമയിൽ ആക്ട് ചെയ്താലേ ദേശീയ അവാർഡ് ഉൾപ്പെടെ കുറെ അവാർഡുകളെ ആനന്ദ നിലയത്തിലെ ഷോക്കേസിൽ ഇരുന്നേനെ. ഓമോടെ കളിയാക്കാതെ. കളിയാക്കിയതല്ലമ്മേ, അത്രയ്ക്ക് ഗംഭീരമായിരുന്നു അമ്മേ. അത്രയ്ക്ക് നന്നായിരുന്നു അമ്മയുടെ അഭിനയം. തകർത്ത് കളഞ്ഞില്ലേ. കോളേജിൽ പഠിക്കുന്ന കാലത്തെ ഞാനൊരു മോണോ ആക്ട് താരമായിരുന്നു. ആ അത് ശരി. അതാ അമ്മയുടെ ആക്ടിങ് ഇത്ര ഉഗ്രനായത്. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എനിക്ക് എന്റെ മകന്റെ ഭാവിയെ വലുത്. അതിനുവേണ്ടി ഞാൻ എന്ത് നാടകവും കളിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്രയും പെട്ടെന്നൊരു മരണമായ അത്രയും നല്ലത്. മക്കൾക്ക് ശല്യവും ഭാരവും ആകാതെ മരിക്കുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അമ്മേ, അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങള് 3 പേരും ഒരുപോലെ വിഷമിക്കുക. അമ്മേ, അമ്മയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ, അമ്മയുടെ സ്നേഹവും വാത്സല്യമല്ലേ അമ്മേ ഞങ്ങള് ഈ 3 മക്കളും. ആദിക്കും അരുണിനും ആ സ്നേഹം ഈ അമ്മയോടുണ്ട്.
നിനക്കത് കുറഞ്ഞു പോയോന്നാ അമ്മയുടെ സംശയം. അമ്മേ, അങ്ങനൊന്നും പറയല്ലേ. അവനെ വെറുതെ വിഷമിപ്പിക്കില്ലേ. അമ്മേ, ഇവന് അമ്മയുടെ സ്നേഹമില്ലെന്ന് മാത്രം അമ്മ പറയരുത്. അത് ശരിയല്ല. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞെന്ന് പറ. അമ്മേ, പേടിക്കാനുള്ളതൊന്നുമില്ല. ഇത് സാധാരണ പലർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. അമ്മയ്ക്ക് ഹാർട്ടിൽ ബ്ലോക്കുണ്ട്. അല്ല, അതിന് ഒരു മൈനർ സർജറി വേണം. അല്ല, അതും പതുക്കെ മതി, 1 മാസത്തിനകം. നിങ്ങളിത് അച്ഛനോട് വിളിച്ചു പറഞ്ഞോ? പറഞ്ഞില്ലമ്മേ. പറയരുത്. ആനന്ദേട്ടൻ പോയ കാര്യമൊന്നും ചെയ്യാതെ ഉടനെ തിരിച്ചിങ്ങി പോരും. മാത്രല്ല ടെൻഷനും ആവും. അച്ഛൻ അന്യരാജ്യത്താ, ഒറ്റയ്ക്കാ. വെറുതെ അച്ഛനെ ടെൻഷനാക്കരുത്. ഇല്ലമ്മേ, ഞങ്ങൾ പറയില്ല. പിന്നെ എന്റെ ഈ പറഞ്ഞ സർജറി അതൊന്നും നടക്കില്ല. അമ്മേ, ഞാൻ സമ്മതിക്കില്ല. അമ്മേ, കേട്ടോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് എന്റെ തീരുമാനം. ഓപ്പറേഷന് ഞാൻ സമ്മതിക്കില്ല. അമ്മേ, അങ്ങനെ പറയരുത്. അങ്ങനൊന്നും പറയല്ലമ്മേ. അല്ല, ഞാൻ സർജറിക്ക് സമ്മതിക്കാം. പക്ഷേ നീ ആ ശ്യാമയെ ഡിവോഴ്സ് ചെയ്യണം. മാത്രമല്ല, മറ്റൊരു വിവാഹത്തിന് നീ സമ്മതിക്കുകയും വേണം. എന്താക്കിയൊന്നും മിണ്ടാത്തെ? ഈ 2 കാര്യങ്ങൾക്ക് നീ തയ്യാറാണെന്ന് ഉറപ്പ് തരാതെ ഞാൻ ഈ ഹാർട്ട് ഓപ്പറേഷന് സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, എന്തായി കാര്യങ്ങള്? സരോജിനി അമ്മ ഉരുമ്പിട്ടിറങ്ങിയ വിചാരിച്ച കാര്യം നടത്താതെ അങ്ങോട്ട് തിരിച്ചു വരുവോ? എന്റെ മോളെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഒരു തറക്കല്ലിട്ട് അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. അമ്മേ, ദേ കാര്യങ്ങളുടെ കടിഞ്ഞാൺ ഇപ്പൊ അമ്മയുടെ കയ്യിലാ. അറിയാം മോളെ, അമ്മയ്ക്കത് നന്നായിട്ടറിയാം. അമ്മ ആ കടിഞ്ഞാൻ കൃത്യമായി വലിച്ച് നമ്മുടെ കുതിരക്കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കെട്ടു. അവിടെ സുധാമണിയൊക്കെ എങ്ങനെയുണ്ട്? അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? പണ്ടേ വാഗൺ ട്രാജഡി എന്നോ മറ്റോ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. തീവണ്ടിയില് ആളെ കുത്തി നിറച്ചിട്ട് കുറെ പേര് ശ്വാസം മുട്ടി മരിച്ചില്ലേ? ആ വീട്ടിലിരിക്കുമ്പോ എന്റെ ദൈവമേ, എനിക്കതാ ഓർമ്മ വരുന്നത്. ഒന്ന് നിന്ന് തിരിയായ ഇടമില്ല. വീടിന്റെ വാതില് കടന്നാൽ മുറ്റത്തൂടൊക്കെ തെക്ക് വടക്ക് കോളനിക്കാര് നടക്കുവാ. നമ്മുടെ മോളെ എല്ലാം അങ്ങ് സഹിക്കുക, എന്നിട്ടേ ചിരി വരുത്തി അങ്ങ് നിക്കുക. സുധാമണിയുടെ പെരുമാറ്റമൊക്കെ എങ്ങനെയുണ്ടമ്മേ? ഓ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ തന്നെ. പക്ഷെ സ്നേഹം കടയെ കൊണ്ട് കൊടുത്താലേ ചോറ് കിട്ടുവോ? അതിന് പണം തന്നെ വേണം. പിന്നെ നിനക്കൊരു കാര്യം കേൾക്കണോ? എന്താ അമ്മേ? ഞാൻ പറയുന്നത് കേട്ട് നീ ഞെട്ടിപ്പോവരുത്. അമ്മ കാര്യം പറ. സുധാമണിയുടെ ഭർത്താവേ
അതായത് നമ്മുടെ അപർണയുടെ അമ്മാവൻ ആരായിരുന്നു നിനക്കറിയാമോ? ആരായിരുന്നു? അയ്യോ എന്റെ പൊന്നുമോളെ, അവനൊരു ജയിൽ പുള്ളി, കൊലയാളി. ഈശ്വര, ജയിലിനകത്ത് വെച്ച് തീ പിടിച്ച് മരിച്ചെന്നോ തീ കൊളുത്തി മരിച്ചെന്നോ ഒക്കെയാ ഇവിടെ പറയുന്നേ. ദൈവമേ, ഇങ്ങനെ ഒരു കുടുംബത്തിലേക്കാണോ നമ്മൾ നമ്മുടെ മോളെ അയച്ചത്? അയ്യോ നീ വിഷമിക്കാതെ മോളെ, നീ നോക്കിക്കോ, എണ്ണിക്കൊണ്ട് 1 മാസം അതിനകം ഞാൻ നമ്മുടെ മോളെയും കൊണ്ട് അങ്ങോട്ട് വരും, ഉറപ്പാടി. ആ ഇവിടെ ഞാൻ പൊളിച്ചടുക്കി. ഹലോ ഹലോ, പൊളിച്ചടുക്കി സൂക്ഷിക്കണം കേട്ടോ. ഇപ്പൊ തടിക്കൊക്കെ ഭയങ്കര വിലയാ. എന്താമേ തടിക്ക് വിലയോ? അമ്മ എന്തൊക്കെയായി പറയുന്നേ? നല്ല ഒറിജിനൽ തേക്കാ, നല്ല ഒന്നാന്തരം തേക്ക്. എല്ലാം നമുക്ക് ഉപയോഗിക്കണം, പൊളിച്ചടുക്കുമ്പോ സൂക്ഷിക്കണം. ഓ, സുധാമണി അടുത്തുണ്ട്. എന്നാ ശരി, ഞാൻ വെക്കട്ടെ. ശരി അമ്മ. ഞങ്ങളുടെ തറവാട്ടിലെ ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചടുക്കുന്ന കാര്യം പറഞ്ഞതാ. നല്ല ഒറിജിനൽ തേക്കാ. ഇതെന്താ? സംഭാരമാണമ്മേ, ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടതാ. അമ്മ ഒന്ന് കുടിച്ചു നോക്കൂ. അയ്യോ സംഭാരോ? അവിടെ രാവിലെ 10-ന് ഒരു സാൻഡ്വിച്ചും ഗ്രേപ്പ് ജ്യൂസും, അതാ പതിവ്. ഈ സംഭാരവും ഗിംബാരവും ഒന്നും എനിക്കിഷ്ടല്ല. അയ്യോ, ഞാനിത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു കരുതി ഉണ്ടാക്കിയതാ. ഏതായാലും ഒന്ന് രുചിച്ച് നോക്കട്ടെ. ഛർദിക്കാൻ വരുന്നു. ഇതാണോ സംഭാരം? ഇഷ്ടപ്പെട്ടില്ലേ അമ്മേ? കുറച്ച് പച്ചവെള്ളം എടുത്തോണ്ട് വാ, ഒരുമാതിരി കയ്പ്. ഓ, എന്താ ഒരു രുചി, സൂപ്പർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുടിയൊക്കെ മാറ്റി സുന്ദരിയായിട്ടിരിക്കും. രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എനിക്ക് ഉത്തമേട്ടൻ അമ്മനെ ഭയങ്കര ഇഷ്ടമാ. ആണോ? നിനക്കൊരു കാര്യം അറിയോ? എന്താ ചേച്ചി? ഉത്തമേട്ടൻ നാട് വിട്ടു പോയില്ലായിരുന്നെങ്കിലേ അമ്മയുടെ മരുമോളായിട്ട് ഞാനായിരുന്നു വരേണ്ടത്. അപ്പച്ചി, അപ്പൊ അപ്പച്ചിയുടെ പിറക്കാതെ പോയ മരുമോളല്ല ഇരിക്കുന്നത്. ഇനിയും പഴയതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ വിഷമിക്കുന്നത്? അയ്യോ ചേച്ചി, ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈ ജന്മത്തിൽ പോയത് പോയി, ഇനി അടുത്ത ജന്മത്തിൽ ഉത്തമേട്ടനെ കിട്ടാൻ പ്രാർത്ഥിക്കും. എനിക്ക് അടുത്ത ജന്മത്തിലൊന്നും വേണ്ട, ഈ ജന്മത്തിൽ തന്നെ വേണം. അല്ല ചേച്ചി എന്താ ഉദ്ദേശിച്ചേ? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. അതല്ല ചേച്ചി എന്തോ ഉദ്ദേശിച്ചു. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? എന്താണ് വർത്താനം പറച്ചിലൊന്നും കഴിഞ്ഞില്ലേ ഇതുവരെ? അതിനൊന്നും പറഞ്ഞു തുടങ്ങിയില്ല. പണ്ടൊക്കെ അമ്മ എന്തോരം കഥകളാ പറഞ്ഞു തന്നേന്നറിയാവോ? ഇപ്പൊ എല്ലാം ഒന്ന് കൈ കിട്ടിയേ, ഇനി വേണം പറയിപ്പിച്ചെടുക്കാൻ. നാത്തൂന് അങ്ങനെയാ, കഥകൾ പറയാൻ തുടങ്ങിയ പിന്നെ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല. എന്നാ പിന്നെ സീതമ്മ ഇങ്ങോട്ട് ഇരിക്കും, എന്നിട്ട് സീതമ്മ പറഞ്ഞു തുടങ്ങിക്കോ. അതിന് വേറൊരു സമയത്താവട്ടെ മോളെ. അതെന്താ ഈ സമയത്തിന് കുഴപ്പം? ഇപ്പൊ നേരം കൊറേ ആയില്ലേ, മോൾക്ക് വീട്ടിൽ പോണ്ടേ? അയ്യോ ഞാൻ പോകുന്നില്ല, ഇനി മുതൽ ഇതല്ലേ എന്റെ വീട്. നിന്റെ വീടോ? ഉത്തമേട്ടൻ ഇവിടെ അല്ലേ താമസിക്കുന്നേ, പിന്നെ ഞാൻ ഇവിടെ അല്ലേ താമസിക്കണ്ടേ? അല്ല അപ്പൊ ചേച്ചിയുടെ വീട്ടിലാരും അന്വേഷിക്കില്ലേ? ഷാഹിന, ഷാഹിനക്കൊരു കാര്യം അറിയോ? എന്താ? പുത്തമ്പുരിക്കൽ തറവാട്ടിൽ നിന്ന് മനസ്സുകൊണ്ട് ഞാൻ എന്നേ പടിയിറങ്ങിയതാ. ഇന്ന് ശരീരം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്റെ ദേഹവും ദേഹിയൊക്കെ ഇനി ഈ കൂട്ടിലെപ്പാട്ട് തറവാട്ടിലായിരിക്കും. ഇന്നു മുതൽ ഞാനിവിടെ കുടിയിരിക്കാൻ പോവാ. കുടിയിരിക്കാൻ നീ ആര് ദേവിയോ? മനസ്സും ശരീരവും ഈ തറവാടിന് സമർപ്പിച്ച് എന്നെ കളിയാക്കരുത്. ഇനിയുള്ള എന്റെ ജീവിതം എന്റെ ഉത്തമേട്ടന് വേണ്ടിയാ. അതിനുള്ള അവകാശം നിങ്ങൾ എനിക്ക് തരണം. നീ ഇതെന്തൊക്കെയാ മോളെ പറയുന്നേ?
ഞാനിനി ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ലാന്ന്. പോകുന്നില്ലെന്നോ? ആ, അതെങ്ങനെ ശരിയാവുക? അതെന്താ ശരിയാവാ? ശരിയാവും ശരിയാവും ശരിയാവും. അമ്മേ നീ വന്നേ. എന്താടി? അതെ, കൂടുതൽ തർക്കിക്കാൻ നിൽക്കണ്ട, വലിയ പ്രശ്നവും. ഇതേ സംഭവം വേറെയാ. അമ്മ വന്നിട്ട് പോയേ. അവള് പറഞ്ഞു കേട്ടില്ല. പോ. ചേച്ചി ചേച്ചി ഇരിക്കട്ടോ, ഇരിക്ക്. അപ്പച്ചി എന്ത് നാടകം കാണാൻ വന്നിരിക്കോ? ഓട്ടണീറ്റോ, ഇരിക്കട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.